അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ അതാ യമഹ RX 135ൻ്റെ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ വേറെ ഒന്നുമല്ല, ഒരു 98 മോഡൽ വണ്ടിയാണിട്ടത്. അപ്പോൾ ഇതിൻ്റെ സൈലൻസർ നമ്മളിന്ന് ഡീകാർബണൈസേഷൻ ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതിന് മുന്നേ തന്നെ 3-4 വീഡിയോസ് സൈലൻസർ ക്ലീൻ ചെയ്യേണ്ടതായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറേ പേര് നമ്മളോട് റിക്വസ്റ്റ് ചെയ്തായിരുന്നു RX-ൻ്റെ ഒന്ന് ക്ലീൻ ചെയ്ത് കാണിക്കുമോ, RX-ൻ്റെ ഒന്ന് ചെയ്യാമോ എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിന്നിപ്പോൾ ഈ വണ്ടിയായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ ഒരു 98 മോഡൽ വണ്ടിയാണ് കേട്ടോ. ഏകദേശം ഒരു 26 വർഷത്തോളം പഴക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലിപ്പോൾ വന്നിരിക്കണമെന്ന് പറഞ്ഞാൽ നോർമൽ സ്റ്റോക്ക് ഒരു സൈലൻസറാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളിന്ന് ക്ലീൻ ചെയ്തിട്ട് കരിയും കാര്യങ്ങളൊക്കെ കളഞ്ഞ് അടിപൊളിയാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. എങ്കിൽ പിന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നിലവിലുള്ളൊരു സ്റ്റോക്ക് സൗണ്ട് ഒന്ന് കേൾക്കാട്ടോ. ഇതിപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യണതിന് മുന്നേ ആയിട്ടുള്ള സൗണ്ടാണ്. അപ്പോൾ നമ്മുടെ സൈലൻസറിൻ്റെ നെട്ടും കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മുടെ സിലിണ്ടറിൻ്റെ സൈഡ് ഭാഗത്തായിട്ടാണ്. നമ്മുടെ ക്രാഷ് ഗാർഡിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ചേസിൻ്റെയും സിലിണ്ടറിൻ്റെയൊക്കെ ഏകദേശം ഒരു സെൻറ്ററിലായിട്ടാണ് നമ്മുടെ സൈലൻസറിൻ്റെ 2 ചെറിയ നെട്ട് വരുന്നത്. അപ്പോൾ 13ൻ്റെ 2 നെട്ടും 2 വാഷറുമാണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നത്, കണ്ടില്ലേ. അപ്പോൾ ഒരു ടീസ്പാനർ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഇവിടെ നിന്ന് സിമ്പിളായിട്ട് തന്നെ റിമൂവ് ചെയ്തെടുക്കാട്ടോ. പിന്നെ അതുപോലെ തന്നെ അടുത്തായിട്ട് നമ്മൾ വരണതെന്ന് പറഞ്ഞാൽ സൈലൻസറിൻ്റെ മെയിൻ നെട്ടാണ്. അത് നമ്മുടെ സിംഗാമിലോട്ടാണ് വന്നേക്കുന്നത്. അതൊരു 19ൻ്റെ നെട്ടാണ്, കണ്ടില്ലേ. അപ്പോൾ ഈ 3 നെട്ടും കൂടി റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൈലൻസർ നമുക്ക് എളുപ്പത്തിൽ തന്നെ റിമൂവ് ചെയ്തെടുക്കാട്ടോ വണ്ടിയിൽ നിന്ന്. അപ്പോൾ നമ്മുടെ സിലിണ്ടറിൻ്റെ അടിയിലെ നെട്ട് റിമൂവ് ചെയ്യാനായിട്ട് 13ൻ്റെ ഒരു ടീസ്പാനർ ഇട്ട് റിമൂവ് ചെയ്യാനാണ് നല്ലത്. പക്ഷേ നമ്മുടെ കയ്യിൽ ടീസ്പാനർ ഉണ്ടായില്ല, അതുകൊണ്ട് നമ്മൾ റിങ് ഇട്ടാണ് പിടിക്കുന്നത്. അപ്പോൾ റിങ് ഇട്ട് പിടിക്കുന്ന സമയത്തൊക്കെ ശ്രദ്ധയോടുകൂടി പയ്യെ സമയം എടുത്തിട്ട് മാത്രം അഴിക്കുക. കാരണം സിലിണ്ടറിൻ്റെ അടിയിൽ വരണമായതുകൊണ്ട് ചിലപ്പോൾ നെട്ടൊക്കെ ടൈറ്റ് ആയിട്ടിരിക്കണായിരിക്കും. ഓവർ ബലമൊന്നും പിടിച്ച് അതിൻ്റെ ത്രെഡും കാര്യങ്ങളൊന്നും കളയാണ്ട് നൈസായിട്ട് തന്നെ ഊരിയെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മളിത് ആ നെട്ടും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തായിട്ട് നമുക്കൊരു 19ൻ്റെ നെട്ടാണ് വരുന്നത്. നമ്മുടെ സൈലൻസറിൻ്റെ മെയിൻ നെട്ട് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ക്ലാമ്പൊക്കെ വന്നേക്കുന്നത്. അപ്പോൾ അത് റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ റിങ് ഇട്ടിട്ടാണ് പിടിക്കുന്നത്. അപ്പോൾ നെട്ടൊന്നും വലിയ ടൈറ്റ് ഒന്നും ഉണ്ടായില്ല കേട്ടോ, സാധനം സിമ്പിളായിട്ട് തന്നെ റിമൂവ് ആയി വരുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന പോലെ നിങ്ങൾക്ക് അത് റിമൂവ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മെയിൻ നെട്ട് ഊരിക്കഴിഞ്ഞാലും അതിനകത്തോട്ട് നമ്മുടെ ഫുട് റെസ്റ്റിൻ്റെ ക്ലാമ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ക്ലാമ്പ് റിമൂവ് ചെയ്യാനായിട്ട് നമുക്കൊരു 12ൻ്റെ നെട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു 12ൻ്റെ ടീ സ്പാനർ അല്ലെങ്കിൽ 12ൻ്റെ നോർമൽ സ്പാനർ ഇട്ടായാലും നമുക്ക് സിമ്പിളായിട്ട് അതും കൂടി റിമൂവ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഫുട് റെസ്റ്റിൻ്റെ ക്ലാമ്പ് മൊത്തത്തിൽ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ സൈലൻസ് ഇതുപോലെ ആ സിമ്പിളായിട്ട് നമുക്ക് ഊരിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ഇത് റിമൂവ് ചെയ്തെടുത്തത്, വേറെ എനിക്ക് ആളുടെ സഹായവും കാര്യങ്ങളൊന്നും വേണ്ടി വന്നില്ല. അപ്പോൾ ഇതാണ് നമ്മൾ റിമൂവ് ചെയ്തൊരു സൈലൻസറും കാര്യങ്ങളെന്നൊക്കെ പറയണത്. അപ്പോൾ ഒരു നോർമൽ ക്രോം ടൈപ്പ് RX 135 വന്ന ഒരു സ്റ്റോക്ക് സൈലൻസറും കാര്യങ്ങളുമാണ് ഇത്. വേറെ ഓൾട്രേഷനും കാര്യങ്ങളൊന്നും നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് ഇപ്പോൾ നിലവിലുള്ളൊരു സൈലൻസറിൻ്റെ അവസ്ഥ എന്നൊക്കെ പറയണത്. അപ്പോൾ ഇത് 2 സ്ട്രോക്ക് ആയതുകൊണ്ട് തന്നെ കുറേ പേർക്കൊക്കെ അറിയാൻ പറ്റും. നമ്മൾ പെട്രോൾ അടിക്കുന്ന സമയത്ത് ഓയിലും കൂടി മിക്സ് ചെയ്തിട്ട് വേണം അടിക്കാൻ, അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെറ്റിങ്സ് എന്നൊക്കെ പറയണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓയിൽ അടിക്കുന്നതുകൊണ്ട് തന്നെ ഓയിലൊക്കെ കത്തണതുകൊണ്ടും അതിൻ്റെ കാര്യങ്ങളുകൊണ്ടും കരിപടലങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട് വണ്ടിയിൽ. അതുകൊണ്ടാണ് പെട്ടെന്ന് കറക്കണതും പിന്നെ കരി പിടിച്ച് പോകണത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മുടെ നിലവിലുള്ളൊരു സൈലൻസറിൻ്റെ അവസ്ഥ എന്നും കാര്യങ്ങളെന്നൊക്കെ പറയണത്. അത്യാവശ്യം കരിയും ഓയിലൊക്കെ പറ്റിപ്പിടിച്ച് മൊത്തം അലമ്പായിട്ടിരിക്കുന്നതാണ് സാധനം. അപ്പോൾ ഇതൊക്കെ നമ്മൾ മൊത്തത്തിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി അടിപൊളിയാക്കി എടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ എല്ലാ വീഡിയോയിലും ചെയ്യണ പോലെ തന്നെ നമ്മുടെ സൈലൻസറിൻ്റെ മൗത്ത് നമുക്ക് അടച്ചു വെക്കണം. അപ്പോൾ അത് അടയ്ക്കാനായിട്ട് നമ്മൾ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറിൻ്റെ ഒരു പീസും അതുപോലെ തന്നെ വേസ്റ്റ് തുണി എന്തെങ്കിലും വെച്ചാണ് തിരികെ കൂട്ടി അടച്ചു വെക്കണത്. കാരണം നമ്മളിതിനകത്ത് ആ സ്റ്റോർ ചെയ്ത് നോക്കണം ലിക്വിഡ് ഇതിന് പോകരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ടൈറ്റായിട്ട് തന്നെ ഒട്ടും ലീക്കില്ലാത്ത രീതിയിൽ തന്നെ നന്നായിട്ട് തന്നെ അത് അടച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ മൗത്ത് ക്ലോസ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഏതെങ്കിലും ഒരു പ്രതലത്തിൽ സാധനം ചാരി വെച്ചേക്കാട്ടോ, കറക്റ്റായിട്ട് നമ്മുടെ ലിക്വിഡ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ നിലവിലുള്ള നമ്മുടെ സൈലൻസർ ഇല്ലാണ്ടുള്ളൊരു വണ്ടിയുടെ ലുക്കും കാര്യങ്ങളെന്നൊക്കെ പറയുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾ താഴെ പോയിട്ട് കമൻറ്റ് ചെയ്യുക. കണ്ടില്ലേ, ഇപ്പോൾ ഇങ്ങനെ ഇരിക്കും നമ്മുടെ വണ്ടിയുടെ ഒരു ലുക്ക് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ തിളച്ച വെള്ളമാണ് എടുത്തേക്കുന്നത്, കാരണം തിളച്ച വെള്ളത്തിലോട്ടാണ് നമ്മുടെ കെമിക്കൽ നമ്മൾ ഇടുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കെമിക്കൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി നമ്മൾ 3-4 വീഡിയോ നമ്മൾ ചെയ്തതാണ് ഡീറ്റെയിൽ ആയിട്ട്. എന്നാലും നമ്മളൊന്ന് പറഞ്ഞേക്കാം, ഇത് കോസ്റ്റിക് സോഡയാണ്. അപ്പോൾ നമ്മൾ ഈ കോസ്റ്റിക് സോഡ നമ്മുടെ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് നടക്കുന്ന റിയാക്ഷൻ ഉപയോഗിച്ചാണ് നമ്മുടെ സൈലൻസറിൻ്റെ ഉള്ളു കാര്യങ്ങൾ നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ നമ്മളിത് ഉപയോഗിക്കുന്ന സമയത്ത് എപ്പോഴും പറയാറുള്ള പോലെ സൂക്ഷിച്ചും കണ്ട് മാത്രം ഉപയോഗിക്കുക. കാരണം കയ്യിലൊക്കെ ആയിക്കഴിഞ്ഞാൽ പൊള്ളാനും അതുപോലെ ചൊറിച്ചിൽ വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഇടുന്ന സമയത്ത് തന്നെ ആ വെള്ളത്തിലൊരു റിയാക്ഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചും കണ്ടും സേഫ്റ്റി എടുത്തുകൊണ്ട് മാത്രം ഇതൊക്കെ ചെയ്യാട്ടോ. സാവധാനം ഇട്ട് കൊടുത്താൽ മതി. കണ്ടില്ലേ, ഇപ്പോൾ അതിനകത്തൊരു റിയാക്ഷനാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ഇതിൻ്റെ സൈലൻസറിൻ്റെ അകത്തോട്ടും ഇട്ട് കൊടുക്കുക ഈ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ്.
അപ്പോൾ നമ്മളിത് കോരി ഒഴിക്കാനായിട്ട് പഴയൊരു കപ്പിൻ്റെ പോലത്തെ ഒരു സാധനമാണ് എടുത്തേക്കണം. പണ്ട് ആവി പിടിച്ചുകൊണ്ടിരുന്നൊരു പഴയൊരു വേസ്റ്റായിട്ട് കളഞ്ഞൊരു സാധനം ഉപയോഗിച്ചാണ് നമ്മൾ ഒഴിക്കണത്. അപ്പോൾ ഒഴിക്കേണ്ട സമയത്ത് തന്നെ അത്യാവശ്യം നല്ല ചൂടും കാര്യങ്ങളും ഉണ്ട്. പിന്നെ അകത്തുനിന്ന് നമുക്ക് നല്ല സൗണ്ടും കേൾക്കാം, കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കണതിൻ്റെ. അപ്പോൾ ഇത് ഒഴിക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധയോടെ സാവധാനം മാത്രം ഒഴിക്കുക. പിന്നെ നമ്മുടെ സൈലൻസർ കറക്റ്റായിട്ട് തന്നെയാണോ അവിടെ നിർത്തിയേക്കണതെന്ന് നമ്മൾ നോക്കണം. കാരണം കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ ഒഴിക്കുന്ന സമയത്ത് മേത്തോട്ടൊക്കെ വീഴാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സാവധാനം ശ്രദ്ധയോടെ മാത്രം ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പം നമ്മുടെ ലിക്വിഡ് ടോപ്പ് വരെ നിറച്ചതിന് ശേഷം കുറച്ച് നേരത്തേക്ക് സൈലൻസർ അതിനകത്ത് സ്റ്റോറായിട്ട് നിൽക്കുന്ന രീതിയിൽ നിർത്തുക. അപ്പം നമ്മളിത് വെച്ചിട്ട് ഏകദേശം 1.5 മണിക്കൂറിന് ശേഷമുള്ള ഒരു അവസ്ഥയാണിത്. അപ്പം നമ്മൾ ഒഴിച്ച ലിക്വിഡൊക്കെ ചെറുതായിട്ടൊക്കെ സൈഡിൽ കൂടെ ലീക്കായിട്ട് പുറത്തോട്ട് പോയി. അതാണ് ഓയിലിൻ്റെ അംശങ്ങളൊക്കെ നിങ്ങൾ താഴെ കണ്ടത്. ഉള്ളിൽ ഇപ്പോൾ അത്യാവശ്യം ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ ഇത് റിമൂവ് ചെയ്തതിന് ശേഷമുള്ള ഒരു അവസ്ഥ നോക്കാട്ടോ. അപ്പോൾ നമ്മൾ റിമൂവ് ചെയ്യണത് ഒരു പ്ലെയർ ഉപയോഗിച്ചാണ്. അപ്പോൾ റിമൂവ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ പെട്ടെന്ന് തെറിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധയോടുകൂടി മാത്രം ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഇപ്പോൾ കംപ്ലീറ്റ് കരിയും കാര്യങ്ങളൊക്കെ ഇളകിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് മാക്സിമം അതിൻ്റെ ഉള്ളിൽ നിന്ന് ഓസിന് വെള്ളമൊടിച്ച് ക്ലീൻ ചെയ്യുക. അപ്പോൾ ഓസിന് വെള്ളമൊടിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ ആ വെള്ളത്തിൻ്റെ കളർ പ്യുവറായിട്ട് വരണ വരെ നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. മാക്സിമം തലങ്ങും വിലങ്ങും തിരിച്ചും മറിച്ചൊക്കെ ക്ലീൻ ചെയ്യുക. കണ്ടില്ലേ, ഇപ്പോൾ നമ്മുടെ വെള്ളം ഏകദേശം ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ കുറേ ക്ലിപ്പൊന്നും നമ്മൾ ആഡ് ചെയ്തില്ല കേട്ടോ. അപ്പോൾ സൈലൻസർ ഉള്ളുഭാഗമൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിപ്പോൾ മാറ്റി വെച്ചേക്കണേണിത്. ഇനിയിപ്പോൾ നമുക്ക് പുറം ഭാഗമാണ് ക്ലീൻ ചെയ്യാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സിലിണ്ടറിൻ്റെ സൈലൻസർ വന്ന ഹെഡ് ഭാഗത്തും കുറച്ച് ഓയിലിൻ്റെ അംശങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പുറം ഭാഗം നമ്മളൊന്ന് നീറ്റാക്കി അടിപൊളിയാക്കി എടുക്കണേണ്. എന്തായാലും ഇത്രയും വരെ ചെയ്ത് അപ്പോൾ സൈലൻസർ ഫിറ്റ് ചെയ്യണതിന് മുമ്പ് പുറം ഭാഗം കൂടി ഒന്ന് അടിപൊളിയാക്കിയിട്ട് വെക്കാൻ ശ്രമിച്ച്. അപ്പോൾ നമ്മൾ ഡീസൽ ഉപയോഗിച്ചാണ് ക്ലീൻ ചെയ്യണത്. അപ്പോൾ ഡീസൽ ഉപയോഗിച്ചാകുമ്പോൾ അത്യാവശ്യം ഡീഗ്രീസവും പിന്നെ ഓയിലും കരിയും കാര്യങ്ങളുടെ അംശങ്ങളൊക്കെ പോകും. അപ്പോൾ നമ്മൾ ഫ്ലൂട്ടൊക്കെ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു SD ഫ്ലൂട്ടിനാണ് വണ്ടിയിൽ കയറ്റിയേക്കണത്. അപ്പോൾ ഫ്ലൂട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ റിമൂവ് ചെയ്തപ്പോൾ നമ്മൾ ഡീകാർബണൈസേഷൻ ചെയ്ത കുറച്ച് കരിയും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. അതാണ് ഇപ്പോൾ ഈ ഇളകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതും പിന്നെ സൈലൻസറിൻ്റെ ബെൻഡും ബോറും എല്ലാ ഭാഗങ്ങളും നമ്മൾ ഡീസൽ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ മൗത്തിലും ആ മൂലയിലും അവിടെ ഇവിടെയൊക്കെ പറ്റിപ്പിടിച്ചിരുന്ന ചെറിയ ചെറിയ കരികളുടെ അംശങ്ങളും കൂടി നമ്മൾ മൊത്തത്തിൽ നീറ്റാക്കിയിട്ടുണ്ട്. പിന്നെ സൈലൻസറിൻ്റെ പുറത്തും നമ്മൾ ഇതേപോലെ ഡീസൽ അപ്ലൈ ചെയ്ത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുക്കളയിലൊക്കെ ഉപയോഗിച്ചു പഴയൊരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നമ്മുടെ സോപ്പൊടി വെച്ചിട്ട് നമ്മുടെ പുറത്ത് ഇപ്പോൾ ആ ഡീസൽ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തതും കൂടി ഒന്ന് ഉരച്ച് കഴുകി സെറ്റാക്കി എടുക്കണതാണ്. അപ്പോൾ നമ്മുടെ ഫ്ലൂട്ടും അതേപോലെ നമ്മുടെ സൈലൻസറിൻ്റെ ഔട്ടും ബെൻഡും എല്ലാം നമ്മൾ ആ സോപ്പൊടി ഉപയോഗിച്ചിട്ട് സ്ക്രബ്ബർ ഇട്ട് നന്നായിട്ട് തന്നെ ഉരച്ച് ക്ലീൻ ചെയ്യണതാണ്. അപ്പോൾ ചെറിയ ചെറിയ തുരുമ്പൊക്കെ നമ്മളിങ്ങനെ ഉരയ്ക്കുന്നതിലൂടെ അത് നമുക്ക് കളയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നന്നായിട്ട് തന്നെ ഉരച്ച് കഴുകിയതിന് ശേഷം നമ്മൾ വെള്ളം ഉപയോഗിച്ച് ക്ലീൻ ചെയ്യണതാണ്. അപ്പോൾ സൈലൻസർ അത്യാവശ്യം ക്ലീൻ ആവുകയും ചെയ്യും. ചെറിയൊരു ഗ്ലേസിങ്ങും ചെറുതായിട്ടൊരു പുതിയതുപോലെയൊക്കെ തോന്നും നമുക്ക്. അപ്പോൾ വലിയ വലിയ തുരുമ്പൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നെങ്കിൽ പെയിൻറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ പ്ലേറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു പരിധി വരെ നമുക്ക് വീട്ടിലൊരു ജനറൽ മെയിൻ്റെനൻസിനുള്ള രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കഴുകി കഴിഞ്ഞപ്പോൾ നമ്മൾ ആ ഡീസൽ ഉപയോഗിച്ച് ഇളകിയ ആ കരിയും കൂടി ഈ വെള്ളത്തിൽ ഒഴുകി പോകുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മുടെ സൈലൻസർ വണ്ടിയിലോട്ട് സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ സെറ്റ് ചെയ്യുന്നതിന് മുന്നേയായിട്ട് തന്നെ നമ്മുടെ ഫ്ലൂട്ട് അതുപോലെ തന്നെ ബെൻഡ് കാര്യങ്ങളെല്ലാം പക്കയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ട് വേണം കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മുടെ എയർ ലീക്ക് വരാനും അതേപോലെ ലീക്കും കാര്യങ്ങളൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഊരിയ പോലെ തന്നെ നമുക്ക് തിരിച്ച് വണ്ടിയിലോട്ട് ഫിറ്റ് ചെയ്യാം. ഗായ്സ്, അപ്പോൾ നമ്മുടെ സൈലൻസറും കാര്യങ്ങളൊക്കെ നമ്മുടെ എല്ലാ വർക്കും കഴിഞ്ഞ് നല്ല പ്രോപ്പറായിട്ട് തന്നെ വണ്ടിയിലോട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ സൈലൻസറിൻ്റെ ഇൻസൈഡും അതുപോലെ തന്നെ ഔട്ട് സൈഡും നല്ല പക്കയായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുത്ത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വൃത്തി ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും തുടക്കം എങ്ങനെയാണ് ഇപ്പോൾ എങ്ങനെയാണെന്ന്. എല്ലാ പരിപാടിയും കഴിഞ്ഞത് വണ്ടി ഇവിടെ ഇരിപ്പുണ്ട്. സൈലൻസറിൻ്റെ അകത്ത് നമ്മൾ കോസ്റ്റിക് സോഡ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് അതുപോലെ തന്നെ സൈലൻസറിൻ്റെ പുറം ഭാഗമാണെങ്കിൽ നമ്മൾ ഡീസലൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വണ്ടി ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ 98 മോഡലായതുകൊണ്ട് ഒരു 26 വർഷത്തെ സൈലൻസറാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ഭംഗിയൊക്കെയാണ് ഈ പുറത്ത് കാണുന്നത്, ചെറിയ തുരുമ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഇത് ഭാവിയിൽ ഓൾട്ടർ ചെയ്തിട്ട് ക്യാറ്റ് സൈലൻസറൊക്കെ ചെയ്യണതായിരിക്കും. ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ ക്ലീൻ ചെയ്തിപ്പോൾ അത്യാവശ്യം സെറ്റാക്കിയാണ് വെച്ചേക്കണം. അതുകൊണ്ടാണ് പുറത്തും ഇപ്പോൾ ഈ ഒരു ഭംഗിയിട്ടാ. അപ്പോൾ നമുക്ക് ഏതായാലും ഇപ്പോൾ നിലവിൽ ഇതിൻ്റെ ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള എക്സോസ്റ്റ് നോട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് കേൾപ്പിച്ചു തരാട്ടാ.
അപ്പോൾ ഗൈസ് ഇത്രയൊക്കെ ഉള്ളിട്ട് ഇന്നത്തെ വീഡിയോ എന്നൊക്കെ പറയണത്. അപ്പോൾ നമ്മളോടൊരു സബ്സ്ക്രൈബർ റിക്വസ്റ്റ് ചെയ്തായിരുന്നു 2 സ്ട്രോക്കിൻ്റെ ഒരു സൈലൻസർ ക്ലീൻ ചെയ്യണത് അഥവാ ഡീകാർബണൈസേഷൻ ചെയ്യണ വീഡിയോ ഒക്കെ ചെയ്യുമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിന്ന് യമഹ RX 135ൻ്റെ ഒരു ക്ലീനിങ് വീഡിയോ ആയിട്ട് വന്നത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്നൊക്കെ പറയണത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.